ഭീഷ്മർ മഹാഭാരതത്തിലെ ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രം. ഇന്ന് പറയുന്ന കഥ ഒരു വ്യക്തിയുടെ സ്ഥിരതയും ആത്മനിയന്ത്രണവും എങ്ങനെ ജീവിതത്തിന്റെ രൂപം മാറ്റുന്നു എന്നതിനെക്കുറിച്ചാണ്. ഭീഷ്മർ തന്റെ യൗവനത്തിലെ തന്നെ രാജസിംഹാസനം ത്യജിച്ചു. ഒരു വാക്ക്, വെറും ഒരു വാക്ക് മാത്രം നൽകി. താൻ ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന്, സിംഹാസന അവകാശം ആഗാമികളിലേക്ക് വിട്ടുകൊടുക്കുമെന്നും. ആ വാക്ക് തള്ളി പറയാമായിരുന്നുവല്ലോ. ആരും ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഭീഷ്മർ അതൊരു പ്രതിജ്ഞയായി എടുത്തു. കാരണം അച്ഛന്റെ സ്നേഹം, രാജ്യമെന്താണെന്ന് അപ്പോഴേ മനസ്സിലായിരുന്നവൻ. ഇത് നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? നമ്മളുടെ ജീവിതത്തിലുമുണ്ട് പ്രതിജ്ഞകൾ, ചെറിയ ടാർഗറ്റുകൾ, സ്വപ്നങ്ങൾ, ഉദ്ദേശ്യങ്ങൾ. പലപ്പോഴും അവ നാം എളുപ്പത്തിൽ ഉപേക്ഷിക്കുന്നു. ഒരിക്കൽ പരീക്ഷയെഴുതിയല്ലോ, മതി. ഡയറ്റ് നാളേക്ക് മാറ്റാം. പ്രാക്ടീസ് വേണോ? ഇനിയേയില്ല. എന്നാൽ അതുപോലെ ഒരു തവണ മനസ്സിലാക്കി വാക്കിക്കൊടുത്താൽ അതിനോട് നമ്മുടെ ആത്മാവ് വേണം ചേരേണ്ടത്. പിന്നീട് യുദ്ധകാലത്ത് ശരങ്ങളുടെ ഇരിപ്പിടത്തിൽ കിടക്കുമ്പോഴും ഭീഷ്മൻ തന്റെ ഉമ്മർത്തിയ വാക്കുകൾ മറന്നില്ല. അവൻ തന്റെ ശരീരത്തിൽ അനേകം അമ്പുകൾ പതിച്ച നിലയിലായിരുമ്പോഴും ജീവിതം തള്ളിപ്പറയുന്നത് പഠിപ്പിച്ചു. അവൻ മരണവും മനസ്സിലാക്കുന്ന സമയത്തേക്ക് നീക്കിവച്ചു. ഇഷ്ടസമയത്ത് മാത്രം വിടാതെ പോകും എന്ന അഹങ്കാരമല്ല, ആത്മനിയന്ത്രണം. നമുക്കിതുപോലെ ഉള്ള പാഠം എന്താണ്? അതാണ്, ക്ഷമയും സ്ഥിരതയും ഉണ്ടെങ്കിൽ നാം ജീവിതത്തിലെ എത്ര വലിയ പോരായ്മകളെയും നേരിടാം. ശരീരം തളരുമ്പോഴും മനസ്സ് ദൃഢമാകണം. അതാണ് ഭീഷ്മർ പഠിപ്പിക്കുന്നത്. നിന്റെ ലക്ഷ്യങ്ങളോട് നീ വാക്ക് കൊടുക്കുന്നുണ്ടോ? പിന്നെ അതിനോട് നീ അടുത്തു നിൽക്കുന്നുണ്ടോ? അതാണ് വിജയത്തിന്റെ വഴി.